നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിൽ ലഭിച്ച കണക്കുകൾ പ്രകാരം കേരളത്തിലാകെ പോളിംഗ് ശതമാനം 79.63% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ. വോട്ട് ഒഴികെയുള്ള കണക്കാണിത്. സർവീസ് വോട്ടുകളുടെ കണക്ക് ലഭിക്കുക വോട്ടെണ്ണലിന് ശേഷമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വോട്ട് വൈകിട്ടില്ലെന്നും 3 ദിവസം മാത്രമാണ് എടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ടെടുപ്പ് കഴിഞ്ഞ് 4-ാം ദിവസവും അന്തിമ വോട്ടിംഗ് ശതമാനം പുറത്തുവിടാത്തതിൽ വിമർശനമുയരവെയാണ് കമ്മീഷന്റെ വിശദീകരണം. കൊല്ലത്തെ വിജയസാധ്യത വിലയിരുത്തി CPM ജില്ലാ സെക്രട്ടേറിയറ്റ്. കൊട്ടാരക്കരയിലും പത്തനാപുരത്തും അഞ്ചക്ക ഭൂരിപക്ഷമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. കൊല്ലം മണ്ഡലത്തിൽ 3000-നും 5000-നും ഇടയിലെ ഭൂരിപക്ഷത്തിൽ ജയമുണ്ടാകുമെന്നാണ് ഉറപ്പിക്കുന്നത്. ചവറയിലും കുന്നത്തൂരും ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടന്നത്. ചടയമംഗലത്ത് ജയിക്കുമെങ്കിലും ഭൂരിപക്ഷം കുറയുമെന്നതാണ് വിലയിരുത്തുന്നത്. അതേസമയം പുനലൂരിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയം ഉറപ്പിക്കുന്നുണ്ട്. കുണ്ട്രയിലും കരുനാഗപ്പള്ളിയിലും UDFന്റെ ഭൂരിപക്ഷം കുറയുമെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തുന്നത്. 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന ആരോപണത്തിൽ മന്ത്രി K. കൃഷ്ണൻകുട്ടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി UDF. കൃഷ്ണൻകുട്ടിയുടെ ചിറ്റൂരിലെ ഓഫീസിലേക്ക് മാത്യു കുഴൽനാടൻ MLA നേതൃത്വത്തിൽ UDF നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. കരാർ കമ്പനിക്ക് ലാഭമുണ്ടാക്കാനായി തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാൻ വൈകിയതോടെയാണ് പ്രളയമുണ്ടായതെന്നും ഇതിന് മന്ത്രിയുടെ ഓഡിയോ തെളിവാണെന്നുമാണ് UDF ആരോപണം. തന്റെ ശബ്ദം AI വെച്ചുണ്ടാക്കിയതാണ് എന്ന വാദം തെളിയിക്കാൻ മന്ത്രിയെ മാത്യു കുഴൽനാടൻ MLA വെല്ലുവിളിച്ചു. അഴിമതിക്കായി 100 കണക്കിന് ആളുകളെ കൊലയ്ക്ക് കൊടുത്ത കൃഷ്ണൻകുട്ടി ഇനി ഒരു ദിവസം പോലും മന്ത്രി കസേരയിൽ തുടരരുത് എന്നതാണ് UDFന്റെ ആവശ്യം. RMP UDFന്റെ ഭാഗമല്ലെന്നും ഭരണം ലഭിച്ചാൽ മന്ത്രിസഭയിലേക്കുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലെന്നും KK രമ. പാർട്ടിയുടെ നിലപാടുകളിൽ മറുപടി പറയേണ്ടത് സംസ്ഥാന സെക്രട്ടറിയാണ്. അഭ്യൂഹങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ലെന്നും അവർ പ്രതികരിച്ചു. അതേസമയം ഇത്തവണ UDF ഭരണം പിടിക്കുമെന്നും 80 മുതൽ 90 സീറ്റ് വരെ നേടുമെന്നും KK രമ പറഞ്ഞു. KK രമയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ കോൺഗ്രസിന് താൽപര്യമുണ്ടെന്ന വാർത്തകൾ വരുന്നത് കണ്ടു. എന്നാൽ അത്തരത്തിൽ UDF നേതാക്കളുമായി കൂടിക്കാഴ്ചയോ ആലോചനയോ ഒന്നും നടന്നിട്ടില്ലെന്നും KK രമ പറഞ്ഞു. സ്പീക്കർ ആകുമെന്നൊക്കെ കേൾക്കുന്നത് വെറും അഭ്യൂഹങ്ങൾ മാത്രമാണ്. ഫലം വരട്ടെ. അല്ലാതെ ഇത്തരം അഭ്യൂഹങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യം തനിക്കില്ലെന്നും KK രമ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകനെതിരെ കോൺഗ്രസിന്റെ സൈബർ ഭീഷണി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ വിവിധ മുന്നണികൾ അധികാര പ്രതീക്ഷയിൽ കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനിടെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന് നേരെ ഭീഷണിയുമായി കോൺഗ്രസ് സൈബർ വിഭാഗം. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചെന്ന് ആരോപിക്കപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘാംഗം സന്ദീപിനെതിരെയാണ് ഭീഷണി. ഭരണം കിട്ടിയാൽ കൈകാര്യം ചെയ്യുന്ന തരത്തിൽ സൈബർ ഇടങ്ങളിൽ വ്യാപക പ്രചരണമാണ് നടക്കുന്നത്. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റോടെയാണ് ഈ ഭീഷണി സന്ദേശങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയത്. മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകനായ സന്ദീപിന്റെ ചിത്രം സഹിതമാണ് കണക്ക് തീർക്കാൻ തയ്യാറാണ് എന്ന രീതിയിലുള്ള പോസ്റ്ററുകൾ വരുന്നത്. പുനലൂർ പോലീസ് സ്റ്റേഷനിൽ യുവാവ് തീ കൊളുത്തി ആത്മഹത്യാ ശ്രമം നടത്തിയതായി റിപ്പോർട്ട്. ആദിവാസി ഉന്നതിയിലെ സുരേഷാണ് തീ കൊളുത്തിയ ശേഷം സ്റ്റേഷനിലേക്ക് ഓടിക്കയറിയത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് യുവാവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. കയ്യിൽ കരുതിയിരുന്ന മണ്ണെണ്ണ ഉപയോഗിച്ചായിരുന്നു തീ കൊളുത്തിയത്. ശരീരത്തിൽ തീ കൊളുത്തിയ ശേഷം സ്റ്റേഷനിലേക്ക് ഓടിക്കയറിയതായാണ് വിവരം. സംഭവത്തെ തുടർന്ന് പോലീസ് ഉടൻ ഇടപെട്ടു. ഏകദേശം 90% പൊള്ളലേറ്റ യുവാവിന്റെ നില അതീവ ഗുരുതരമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. മിച്ചൽ ജംഗ്ഷനിൽ തിങ്കൾ പുലർച്ചെയുണ്ടായ ദാരുണാപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. ടിപ്പർ ലോറി ബൈക്കിലിടിച്ചതാണ് അപകടത്തിന് കാരണം. പെരിങ്ങലിപ്പുറം സ്വദേശികളായ മാനവ്, ആദിത്യ എന്നിവരാണ് മരിച്ചത്. മാവേലിക്കരയിലെ ടർഫിൽ ഫുട്ബോൾ കളിച്ച ശേഷം ഓലകെട്ടി അമ്പലത്തിലെ സുഹൃത്തിനെ വീട്ടിൽ ഇറക്കിവിട്ട് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം സംഭവിച്ചത്. മാനവ് അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ആദിത്യനെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. നിതിൻ രാജിന്റെ മരണത്തിൽ ദേശീയ പട്ടികജാതി കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. BJP സംസ്ഥാന സെക്രട്ടറി P. ശ്യാംരാജ് നൽകിയ പരാതിയിലാണ് കമ്മീഷന്റെ നടപടി. 5 ദിവസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് സംസ്ഥാന DGPയോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു. അതേസമയം നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധം കടുക്കുകയാണ്. അന്വേഷണത്തിൽ പോലീസ് വീഴ്ച ആരോപിച്ച് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലേക്ക് KSU MSF പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ക്യാമ്പസിനുള്ളിലേക്ക് തള്ളിക്കയറി കുത്തിയിരുന്ന് പ്രതിഷേധിച്ച KSU പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി.
മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വികലമായി പങ്കുവച്ചു. 19-കാരനെതിരെ കേസ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഫോട്ടോയും അടിക്കുറിപ്പും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച സംഭവത്തിൽ നടപടി. 19-കാരനായ യുവാവിനെതിരെ പോലീസ് കേസെടുത്തു. കണ്ണൂർ പച്ചപ്പൊയ്ക സ്വദേശിയായ അനന്തുനന്ദിനെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വികലമായി പങ്കുവച്ച സംഭവത്തിലാണ് നടപടി. തളിപ്പറമ്പിൽ ടി കെ ഗോവിന്ദന്റെ വിമത നീക്കത്തിന് പിന്നിൽ പാർട്ടിയിലെ ഉന്നതർ. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അടക്കമുള്ളവരാണ് ഗോവിന്ദനെ സ്ഥാനാർത്ഥിയാക്കിയതെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഗോവിന്ദനെ പിന്തിരിപ്പിക്കാൻ ഇ.പി. ജയരാജൻ അടക്കമുള്ളവർ നടത്തിയ നീക്കം പൊളിച്ചതും ഇതേ സംഘമാണ്. ഗോവിന്ദനെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് നേതൃത്വവുമായി ഇവർ കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരവും CPM നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്.